ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരുടെയും കണ്ണി പൊടിയിട്ട് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് കയറിപ്പോയി. മുത്തശ്ശിയാണെങ്കിൽ ഒരു ആക്കിയ ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് അതെ, ഇത് ഭദ്രമായിട്ട് നീ നിൻ്റെ മുറിയിൽ തന്നെ കൊണ്ടുവയ്ക്കേ, എന്നിട്ട് കഴിക്കാൻ വാ എന്ന് മുത്തശ്ശി ദേവയാനിയോട് പറഞ്ഞു. ഇല്ലമ്മേ, ഇത് അമ്മ തന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു ദേവയാനി. അവിടെ ചെന്നിട്ട് ഞാൻ തന്നെ ഇത് മോളുടെ കഴുത്തിലിട്ട് കൊടുത്തോളാമെന്ന് പറഞ്ഞു അമ്മ. നിൻ്റെ മുറിയിൽ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അതേതായാലും എനിക്കില്ലമ്മേ എന്ന് ദേവയാനി പറയുന്നു. അങ്ങനെ അവർ ആഭരണമായിട്ട് അങ്ങ് പോയി. അപ്പോൾ ആഭരണമായിട്ട് ദേവയാനിയും ഒക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ഓരോരോ കാര്യങ്ങളെ അല്ലാതെ ഇത്രയും കാശ് കൊടുത്ത് ഇപ്പം ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ അമ്മയെന്ന് ജലജ ചോദിക്കാം. ഇത് കല്യാണമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി ചിരിക്കുക. നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ജയൻ. നിന്റെ മോളുടെ കല്യാണത്തിനും ഇതുപോലെ സ്വർണം ഞങ്ങൾ കൊടുക്കും എന്ന് പറയാണ് ജയൻ. അന്ന് അവന്തിക മോൾക്കേ സ്വർണം ഞാൻ കൊടുക്കും, അവൾ ആവശ്യപ്പെടുന്നതിനപ്പുറം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജലജയ്ക്ക് സമാധാനമായത്. ആശ്വാസമായി എന്ന് പറഞ്ഞ് ജലജ അവിടെ നിൽക്കുക. അതേസമയം പിന്നെ കാണിക്കുന്ന അഭിയും നവ്യ കേട്ടോ. നവ്യക്കാണ് ഇപ്പോൾ അഭിയോട് എന്തെന്നില്ലാത്ത സ്നേഹം. അതെ, നമുക്കൊന്ന് പുറത്ത് പോണേ, നിനക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം ഇടാനുള്ള ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ നവ്യ പറയാം. നീ ഇപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കിയില്ലേ നവ്യ, ഇനി എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ അതിന് ബാക്കി നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു അഭി. നമ്മൾ തമ്മിൽ ഒരു വേർതിരിവ് വേണോടാ എന്ന് നവ്യ. നമ്മൾ രണ്ടുപേരുടെയും ശമ്പളം ഒന്നാ. അതിലിപ്പോൾ നിൻ്റെ പൈസ എൻ്റെ പൈസ എന്നുള്ള ചിന്തയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജലജ ഓടിക്കയറി വന്നിട്ട് കണ്ടായിരുന്നു എന്ന് ചോദിക്കുക. അമ്മ മറ്റന്നാൾ 3-ാം മാസക്കാർക്ക് കൊടുക്കാൻ പോകുന്ന ആഭരണം, അപ്പം അതെന്തിനാ ഞങ്ങൾ കാണുന്നേ എന്ന് നവ്യ. അല്ല, നല്ല തൂക്കം കാണുമല്ലേ അമ്മ? കാണുമോന്നോ? 10-15 പവനിൽ എന്തായാലും കുറയത്തില്ലടാ. അത് നവ്യക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതും എന്തൊരു ഫാഷനാ, അതിൻ്റെ പണിക്കൂലിക്ക് തന്നെ 3-4 പവൻ്റെ കാശ് കൊടുക്കേണ്ടി വരുവടാ. എനിക്കിപ്പോൾ സ്വർണത്തോടൊന്നും വലിയ ആർത്തി ഇല്ലമ്മേ. ഇവനൊരു ജോലിയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വർണ്ണമൊക്കെ ഞങ്ങൾക്കും വാങ്ങിക്കാവുന്നതേ ഉള്ളൂ എന്ന് നവ്യ പറയുവാണ്. അല്ല, ഞാൻ പറയുമായിരുന്നേ, അവൾ വീട്ടിൽ നിന്ന് പുറത്താണെങ്കിലും ഒന്നിനും ഒരു കുറവുമില്ലല്ലോ എന്ന്. എല്ലാം അവൾ ആഗ്രഹിക്കുന്ന സമയത്തിന് മുന്നേ അവൾക്ക് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഇവിടുന്ന് അച്ഛനും പിന്നെ നമ്മൾ മാത്രമല്ലേ പോകാതിരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും പോകുന്നുണ്ടല്ലോ. ആര് വേണമെങ്കിലും പോയിക്കോട്ടെ, ഇവിടെ എന്തുണ്ടായാലും വലിയ ആഘോഷം തന്നെയാണ്. അന്ന് പൂജാമുറിയൊക്കെ അലങ്കരിക്കുകയൊക്കെ ചെയ്യുമെന്നും, പക്ഷെ എൻ്റെയോ ഇവൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അന്നതൊന്നും ഉണ്ടാവില്ല എന്ന് നവ്യ. അപ്പം നിനക്കത് മനസ്സിലായല്ലോ മോളെ. ഈ വീട്ടിലുള്ളവർക്ക് എന്തുമാത്രം വെറുപ്പ് ഇവനോടുണ്ടെന്ന്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, സ്വന്തം കമ്പനിയിൽ നിന്ന് ഇവനെ പുറത്താക്കാം. ഇവൻ മറ്റൊരിടത്ത് പോയി ജോലി ചെയ്യുന്നത് അവർക്കിഷ്ടമല്ല. എന്നിട്ടും നമ്മളത് അംഗീകരിച്ച് കൊടുത്തില്ലല്ലോ അമ്മേ. എന്നാലും ഇവനങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കള്ളങ്ങളാ പറഞ്ഞത്. സ്വന്തം അമ്മ പോലും നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയില്ലേ മോളെ, കഷ്ടം. അപ്പം അഭി ഇങ്ങനെ നോക്കി നിൽക്കുക. അതൊന്നും അത്ര നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലോകത്ത് ആരും കാണത്തില്ല കേട്ടോ ഇങ്ങനെയെന്നും പറഞ്ഞ് നവ്യെ ചൊടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ജലജ. ഇവിടെ പിന്നെ ഞാൻ അവരുടെ വളർത്തുമോളാണല്ലോ, അതിൻ്റെ ഒരു അവഗണന എന്തായാലും എൻ്റെ മക്കളോടും ഉണ്ടായിരിക്കും. എന്നാലും നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വന്തം മോള് തന്നെയല്ലേ, എന്നിട്ട് അവർ നിന്നോട് ചെയ്തത് എന്താ? അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ഒരു തോന്നലേ ഇല്ല. എന്നെ ആരോ ദത്തെടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് നവ്യ അന്നേരം പറയാം. അത് കേട്ടപ്പോൾ അങ്ങനെ എന്തോ ഇവളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടമ്മേ, അല്ലെങ്കിൽ ഇങ്ങനെ ഇവളോട് അവർ നീതികേട് കാണിക്കുമോ അമ്മയെന്ന് അഭി. നമ്മളിനി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലേ എൻ്റെ രക്തം തിളയ്ക്കുമെന്ന് പറയുകയാണ് നവ്യെ. നമ്മളോട് ഇങ്ങോട്ട് അവഗണന കാണിച്ചാൽ നമ്മൾ തിരിച്ചും കാണിക്കുക, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടി വിടുന്നു. പിന്നെ എനിക്കിപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും പൈസയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നും പിന്നെ ഇവന് ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് മിച്ചം പിടിക്കാനും ഉണ്ടാകുമെന്ന് നവ്യ ജലജയോട് പറയാം. അങ്ങനെ ഞങ്ങളെ പുറത്താക്കിയാൽ ഞങ്ങൾക്കൊരു ചുക്ക് സംഭവിക്കില്ല എന്നും നവ്യ. അതുകൊണ്ട് ഇവൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയല്ലാതെ വേറെ ആരെയും നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമില്ല എന്നും പറയുവാണ്. ഇനിയിപ്പോൾ നീ പറയുന്നത് കേട്ടായിരിക്കും ഞങ്ങളിവിടെ ജീവിക്കാൻ പോകുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു തീരുമാനവും ഇല്ല എന്ന് ജലജ അവിടെ നിന്ന് നവ്യയെ സോപ്പിട്ട് സംസാരിക്കാം. ഇവൻ്റെ അച്ഛനെ ഇവൻ്റെ കുട്ടിക്കാലത്തെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണെന്നും അതിനുശേഷം ഞാൻ എൻ്റെ മക്കൾക്കും ഈ കുടുംബത്തിനും വേണ്ടി തന്നെയാണ് ജീവിച്ചതെന്നും, പക്ഷേ ജയേട്ടനെയും കല്യാണം കഴിഞ്ഞതോടെ മട്ടും ഭാവമൊക്കെ അങ്ങ് മാറി, ഞാൻ ഒറ്റപ്പെട്ടു പോയെന്നും പറയുക. ഇപ്പം പിന്നെ അവന്തികയ്ക്ക് കുറച്ച് ബുദ്ധിയുള്ളത് കൊണ്ട് അവൾ എല്ലാവരെയും സോപ്പിട്ട് നിൽക്കുകയാണെന്ന് ജലജ. അതുകൊണ്ടാണ് അവൾ നമ്മളെയൊക്കെ വിമർശിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കാത്തതെന്ന കാര്യവും പറയുവാണ്. എൻ്റെ വിഷമവും പ്രാർത്ഥനയും കണ്ടിട്ടാണ് ദൈവങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ജീവിത സാഹചര്യം ഒരുക്കി തന്നത്. അത് തന്നെ വലിയൊരു സമാധാനമാണ്. എന്തായാലും നിൻ്റെ അനിയത്തി ഭാഗ്യവതിയാണ്. ആദർശിന് MD സ്ഥാനം പോയെങ്കിലും അവൾക്ക് കിട്ടാനുള്ളതെല്ലാം മുറ പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
ഒരു കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോയി. ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നവ്യ, എടാ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ മറ്റുള്ളവരെക്കാളും നന്നായിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാം. എൻ്റെ കഥകളൊക്കെ അറിഞ്ഞ ഡേവിഡ് സാറിന് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. അദ്ദേഹത്തെ മുറുകെ പിടിച്ചോളണം. അപ്പം ഞാനൊന്ന് കയറിക്കോട്ടെ അവിടെ. പിന്നെ ഡേവിഡ് സാറിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ പറ്റത്തില്ല എന്ന് നവ്യയോട് പറയുവാണ്. അങ്ങനെ അതും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ സോപ്പിട്ടിങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശ് നയനയുടെ അടുത്ത് എത്തി. ഇപ്പോഴേ ഈ സംഭവിച്ചതിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമാണ്. ആ ഹോട്ടലിൽ വെച്ചാണ് എല്ലാ ചർച്ചകളും നടക്കുന്നത്. ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടവർ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ എന്നും പിന്നെ ആ ഡേവിഡ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കവിടെ റൂം കിട്ടിയതെന്നും പറയുകയാണ് ആദർശ് നയനയോട് വന്നു. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ആദർശനെ ഒഴിവാക്കുകയും ചെയ്തല്ലോ. അങ്ങനെ ഒഴിവാക്കി എന്തായാലും നന്നായി. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമല്ലോ അവിടെയാണ് എല്ലാ ഗൂഢാലോചനകളും നടക്കുന്നതെന്ന്. ഈ ജ്വല്ലറിയിൽ ഉന്നതരാണ് അവിടെ താമസിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ തേടുന്ന ആളും അവിടെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പം അതിന് വലിയ ഹോട്ടലൊന്നും അല്ലല്ലോ, പിന്നെ ഒഴിഞ്ഞൊരു ഭാഗത്താണ് അത് കെട്ടിപ്പൊക്കിയിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണല്ലോ ശരിക്കും സേഫ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ ഹോട്ടലിൻ്റെ ഓണറും ജ്വല്ലറി ഓണറും ഒരാൾ തന്നെയാണ്. അപ്പോൾ ആരുടെ പേരിൽ അതൊന്ന് കണ്ടെത്തിയെന്ന് ചോദിക്കുമ്പം അതേപ്പറ്റി അന്വേഷിക്കാൻ ഞാൻ കിരണിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതവൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചോളൂ എന്ന കാര്യം പറയുക ആദർശ്. അപ്പോൾ അതേ ഈ ജീവൻ പണയം വെച്ചുള്ള കളിയൊന്നും വേണ്ട ആദർശേട്ടാ. ഇനി വേഷം മാറി ചെല്ലുന്നത് ആദർശേട്ടനാണെന്നെങ്ങാൻ അവർ മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ എന്നൊക്കെ പറഞ്ഞ് നയന പറഞ്ഞു കൊടുക്കാം. അനഘയെ കൊല്ലാൻ ഗുണ്ടകൾ വന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് വന്ന കാറിൻ്റെ ഡ്രൈവറെ കൊന്നു തള്ളിയില്ലേ, അതൊക്കെ ഓർമ്മ വേണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ റിസ്ക് എടുത്തൊരു കാര്യം ചെയ്യുമ്പോഴേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും നമ്മൾ അത്ര കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആദർശേട്ടന് അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല ആദർശേട്ടാന്ന് പറഞ്ഞു നയന. എടി നീ എനിക്കൊരു അപകടം ഉണ്ടാവത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കാം. ഞാനൊരു ആയുധം കരുതി തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ ന്യായം എൻ്റെ ഭാഗത്താണ്. അങ്ങനെയുള്ളപ്പോഴേ ദൈവവും നമുക്കൊപ്പം തന്നെ നിൽക്കും. നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് നമ്മൾ എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യുമെന്നും പറഞ്ഞു. നീ പേടിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞു. പിന്നെ ഞാനേ പരാജയപ്പെട്ട സമയത്ത് കണ്ട മുത്തശ്ശൻ്റെ മുഖമാണ് എൻ്റെ മനസ്സ് നിറയെ ഉള്ളത്. ആ ഒരു മുത്തശ്ശൻ എന്നെ അംഗീകരിക്കണം എന്ന് മാത്രമല്ല, മുത്തശ്ശൻ കെട്ടിപ്പൊക്കിയ മൂർത്തി ജ്വല്ലറി ഒരിക്കലും തകരാനും പാടില്ല. അവിടെ എനിക്ക് MD ആകണമെന്നോ തലപ്പത്തെത്തണമെന്നോ ഒന്നും യാതൊരു ആഗ്രഹമില്ല. അതിന് യോഗ്യതയുള്ളവൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നതെന്നും പറഞ്ഞു. പിന്നെ പക്ഷേ അവൻ ഈ വരുന്ന വിഷുവിനുണ്ടാകുന്ന തിരിച്ചടി ഒരു കാരണവശാലും ഓണത്തിനുണ്ടാകാൻ പാടില്ല. വരുന്ന ഓണവേ അത് നമ്മുടേതാവണമെന്ന കാര്യവും ആദർശ് പറയുവാണ്. അതും പറഞ്ഞ് ആദർശ് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന കനക അവിടെ ഇരിക്കുമ്പോൾ നന്ദു അങ്ങോട്ടേക്ക് വരുക കേട്ടോ. അപ്പോൾ നന്ദു കയറി വന്നപ്പോഴത്തേക്കും അനന്തപുരിയിലെ കാര്യങ്ങൾ പറയുക. എനിക്കിപ്പോഴും ഒരു മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊന്നും അവൾ വിശ്വസിക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പം അതേപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അമ്മയുടെ മൂത്ത മോളുടെ കൂടെയുള്ളതേ കള്ള കഥകൾ ഉണ്ടാക്കാൻ മിടുക്കുള്ള ഒരുത്തനല്ലേ എന്ന് ചോദിച്ചു നന്ദു. അവനെല്ലാത്തിനും മറുമരുന്ന് കണ്ടെത്തി കാണും, അല്ലാതെ പിന്നെ എന്ത് വരാനാ? പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ ആരോടും ഒന്നും മിണ്ടാതെ നടന്നത്? എന്നാലും 2 ദിവസം അവൾ എല്ലാവരെയും ഭയപ്പെടുത്തി കളഞ്ഞല്ലോ. അമ്മയുടെ ഭീഷണി കേട്ടപ്പോൾ തന്നെ അബി ആ സാഹചര്യം മുന്നിൽ കണ്ട് അതിനുള്ള പോംവഴി കണ്ടെത്തി കാണും, അല്ലെങ്കിൽ നവ്യേച്ച് കരുതി കാണും. ഇപ്പം എന്തായാലും ചന്തുമോൾക്ക് എല്ലാവരും ഉണ്ടല്ലോ. മോളുടെ അച്ഛനും അമ്മയായിട്ട് ആദർശേണ്ണും നയനേച്ചി നിൽക്കല്ലേ. അതുകൊണ്ട് ഇനി ഇത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് കരുതി കാണുമായിരിക്കും. എന്നാലും ഇതൊക്കെ അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് കഴിയുന്ന കാര്യമാണോ മോളെ? എന്നാൽ പിന്നെ അമ്മയുടെ മോളെ എല്ലാം സീരിയസ് ആയിട്ട് എടുത്തിട്ട് ജീവിതം അങ്ങ് അവസാനിപ്പിക്കട്ടെ എന്ന് പറയാണ് നന്ദു. പിന്നെ അപ്പോഴേ അമ്മയ്ക്ക് സന്തോഷമാകുമല്ലോ. പോടി അവിടുന്ന്. അതെ, ഇതിനിടയ്ക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് മോളെ. അപ്പം സംഭവിച്ച് കാണും. അതിന് പിന്നാലെ ഇനി നമ്മളെന്തിനാമ്മേ നടക്കുന്നത്? അവരായി അവരുടെ വാടായി എന്ന് നന്ദു. അമ്മേ, ചേച്ചിയുടെ 3-ാം മാസ ചടങ്ങിനെ പറ്റിയാണ് ഇപ്പം ചിന്തിക്കേണ്ടത്, മനസ്സിലായോ? ആ ചടങ്ങ് നമുക്ക് ഗംഭീരമാക്കണമെന്ന് നന്ദു പറയുമ്പം അത് വേണമെന്ന് പറഞ്ഞു. അവിടുന്ന് ആദർശൻ്റെ മുത്തശ്ശൻ വരുവാന്ന് തോന്നുന്നു കനക. വരാനുള്ള സാധ്യതയൊന്നും ഇല്ല. പിന്നെ എന്തായാലും ചേച്ചിയുടെ ഈ ഒരു ചടങ്ങ് നമുക്ക് അടിപൊളിയാക്കണം. പാവം ചേച്ചി ഇതിനോടകം ഒരുപാട് വിഷമിച്ചതാ. ഇനി ചേച്ചിക്ക് സന്തോഷം കൊടുക്കുക വേണ്ടതെന്ന് നന്ദു പറഞ്ഞു. അന്നേരം പക്ഷേ എനിക്ക് അങ്ങോട്ട് ചെല്ലാനേ ഒരു പേടി. അതെന്താ അമ്മേ, അതിനെ പേടിക്കുന്നേ? അല്ല അന്ന് അവിടെ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്നപ്പോഴേ അമ്മ അവരെ ഒന്ന് സംശയിച്ചായിരുന്നല്ലോ. അപ്പം അത് അമ്മയുടെ വിവരക്കേടെന്നല്ലേ പറയേണ്ടതെന്ന് ചോദിച്ചു നന്ദു. ഓരോന്ന് ചെയ്തു വെച്ചിട്ടേ പിന്നെ അത് ഓർത്ത് ദുഃഖിച്ച് നടക്കും. അതാണ് ഇപ്പം അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുള്ളതാണോ? അതെ, ലേറ്റായി, ഞാൻ റെഡി ആവട്ടെ ഏട്ടെന്ന് പറഞ്ഞു നന്ദു റെഡിയായി പോകാനായിട്ട് പോവുക.
ആ സമയം നന്ദു പിന്നെ ഓഫീസിലിരിക്കുന്നത് കാണിക്കുന്നത്. പെട്ടെന്ന് ഫോണിലേക്ക് കോള് വന്നു. അവനെ ഓർത്ത് അവൻ അപ്പം തന്നെ വിളിക്കുമല്ലോ എന്ന് പറഞ്ഞ് നന്ദു കോൾ എടുക്കുക. അങ്ങനെ നമ്മുടെ നന്ദുവിനെ അനി വിളിച്ചത് ചേച്ചിയുടെ, അതായത് നയനേച്ചിയുടെ 3-ാം മാസ ചടങ്ങിന് നന്ദു ചെല്ലൂ എന്നറിയാനാണ്. അത് ഇനി ഞാൻ പങ്കെടുക്കുന്നത് കൊണ്ട് നിന്റെ അമ്മ ഒഴിവാക്കുമോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ അത് എന്തൊരു പറച്ചിലാടാ, നയനേച്ചിയുടെ ചടങ്ങിന് എന്നോട് മാറി നിൽക്കാൻ അച്ഛനും അമ്മയും പറയുവോടാ എന്ന് നന്ദു ചോദിച്ചു. പിന്നെ ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ ഞാനത് കേൾക്കുക. അപ്പം നീ വരുമല്ലോ അല്ലേ? ഉറപ്പായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വന്നതിന് ശേഷം നീ തന്നെ നിന്നെ കൺട്രോൾ ചെയ്യണം. അവിടെ വരുന്ന പലരും നമ്മുടെ പെരുമാറ്റമൊക്കെ ശ്രദ്ധിക്കും, പ്രത്യേകിച്ച് നിൻ്റെ അമ്മ. അപ്പം നിന്നെ കണ്ടു കഴിഞ്ഞാലേ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ കൺട്രോൾ പോകുമെന്ന് പറഞ്ഞു. ഞാൻ അബദ്ധമൊന്നും കാണിക്കാൻ നിൽക്കരുത്. ഇപ്പം ആർക്കും ഒരു സംശയമില്ല. എങ്കിലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ നയനേച്ചിക്കും ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട്. അതിന് നീയായിട്ട് കൂട്ടാൻ നിൽക്കരുതെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എടിയും ആ ചടങ്ങിനേക്കാളും നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നതെന്ന് നന്ദുവിനോട് പറയുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനാണ് വരുന്നതെന്ന് പറഞ്ഞു നന്ദു. അതെനിക്ക് മനസ്സിലായി. ഇതിൽ നീ നാളെ അങ്ങോട്ട് വാ, എന്നിട്ട് നമുക്കെല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് മാറി നിന്ന് കുറച്ച് നേരം സംസാരിക്കാമെന്ന് പറഞ്ഞു. സംസാരത്തിനൊന്നും ഞാനില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോഴേ നമ്മുടെ ഫോട്ടോയൊക്കെ വേണമെങ്കിൽ നീ എടുത്തോളാൻ പറഞ്ഞു. അല്ല, നാളെ നിങ്ങൾ ഒരുമിച്ച് നേരത്തെ വരത്തില്ലേ എന്ന് ചോദിക്കുമ്പം അച്ഛൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞാനും കൂടെ കാണും. അമ്മ ഇന്ന് തന്നെ പോകുമെന്ന് പറയുന്നതെന്നും പറഞ്ഞ് ഇവരിങ്ങനെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്നിങ്ങനെ അനന്തപുരിയിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ നാളെ നവിയും ജലജയും അഭിയൊന്നും വരാനുള്ള സാധ്യത ഇല്ലയെന്ന് തന്നെ മുത്തശ്ശി പറയുന്നു. അതുകൊണ്ട് ഇവിടെ ആളുണ്ടാകുമെന്ന് മുത്തശ്ശനോട് മുത്തശ്ശി പറയുമ്പോൾ എൻ്റെ കാര്യം ഓർത്തൊന്നും താൻ വിഷമിക്കേണ്ട ആവശ്യമില്ലടോ, അതൊക്കെ നടന്നോളൂ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ദേവയാനി വന്നപ്പോഴത്തേക്ക് ഇവർ വേഗം സംസാരം അങ്ങ് നിർത്തി. രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ ദേവയാനി വന്ന് രണ്ടുപേരെയും നോക്കും. അപ്പോഴത്തേക്ക് മുത്തശ്ശൻ്റെ മുഖഭാവമൊക്കെ അങ്ങ് മാറ്റി പിടിക്കാം. അപ്പം ഞാനങ്ങോട്ട് പോവുക അച്ഛാ, നയനമോളുടെ അമ്മ ഇന്ന് എത്തുമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പം ഞങ്ങളെല്ലാം നാളെ രാവിലെ വന്നോളാം മോളെ എന്ന് പറഞ്ഞു മുത്തശ്ശി ദേവയാനിയോട്. ശരിയെന്നും പറഞ്ഞു ദേവയാനിയെ. അച്ഛൻ്റെ തീരുമാനത്തിന് ഇനി മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ നിനക്ക് 40-45 വയസ്സുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തല്ലാത്തത് എന്ന് ദേവയാനിയോട് മുത്തച്ഛൻ പറയാം. ആ കാര്യത്തെപ്പറ്റി എന്നോട് ചോദിക്കരുതെന്ന് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പം മുത്തശ്ശിന് സങ്കടത്തോടെ ഇരിക്കാം. എന്താ അതിനൊരു കുറവ്? എല്ലാവരും പോകുന്നില്ലേ? ഇയാൾ എനിക്ക് കൊടുക്കാനുള്ള നെക്ലേസ് വാങ്ങിയതും എല്ലാവരും കണ്ടതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്താ ഏതു നേരം എന്നോട് ചോദിക്കുന്നത്? എല്ലാ തരത്തിലും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുമുണ്ട്. പിന്നെ ഞാൻ വരാത്തത് നിരാശയാകുന്നുവെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അവന് ബിസിനസ്സിലൊരു താഴ്ച ഉണ്ടായി, അതല്ലാതെ അവൻ മറ്റു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അച്ഛാന്ന് ദേവയാനി പറയുമ്പം മൂർത്തി ജ്വല്ലറിയുടെ 50 വർഷത്തെ ചരിത്രമാണ് അവൻ തിരുത്തി കുറിച്ചതെന്നുള്ള കാര്യം ദേവയാനിയോട് പറയുക. അപ്പോൾ അവനെ നീ ന്യായീകരിക്കാനൊന്നും എൻ്റെ മുന്നിൽ ശ്രമിക്കണ്ടെന്നും പറഞ്ഞു. ഒറ്റ മോനായതുകൊണ്ട് നിനക്ക് എത്രമാത്രം അവനോട് സിമ്പതിയും സ്നേഹം ഉണ്ടെന്നൊക്കെ എനിക്ക് അറിയാവുന്നു മുത്തശ്ശൻ പറയുമ്പം നീ വെറുതെ തർക്കിക്കാനൊന്നും നിൽക്കാതെ പോകാൻ നോക്കും മോളെ എന്ന് പറഞ്ഞു മുത്തശ്ശിയെ. പിന്നെ ഞാനും ജയനും ഒക്കെ നാളെ രാവിലെ തന്നെ എത്തുമെന്ന് മോളോട് നീ പറയുകയും ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അവിടെ നിന്ന് അങ്ങ് പോയി. ഇതെന്താ ഇത് നല്ല 4 വർത്തമാനം പറഞ്ഞു വിട്ടുവിടായോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു വിട്ടാൽ അവൾ ചിന്തിക്കുന്നത് ആദ്യം ആദർശനോട് ചെന്ന് പറയും എല്ലാം, നിൻ്റെ മുത്തശ്ശൻ മാറിയെന്ന്. അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു. നാളെ ചെല്ലുമ്പോഴേ ഞാനും പിന്നെ താനും മഞ്ഞുരുക്കാനായിട്ട് ശ്രമിക്കേണ്ട, അത് നേരത്തെ ഉരുകിയ മഞ്ഞാണെന്ന് മുത്തശ്ശൻ നേരം പറയണം. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞോട് അവിടെ മുത്തശ്ശി ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. നമ്മൾ സ്നേഹിക്കുന്നവർ ചെറുതായിട്ടൊന്ന് വിഷമിച്ചാലേ കരഞ്ഞാൽ അതേ അളവിൽ തൂക്കത്തിലും നമുക്കത് അറിയാൻ പറ്റും വസുന്ധരയെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തശ്ശിയോട്. എന്നെ ഓർത്ത് എൻ്റെ കൊച്ചുമോനും നയനമോളും തേങ്ങുന്നതേ എനിക്ക് തൊട്ടറിയാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അതിനനുസരിച്ചാണ് ആദർശ് അവൻ്റെ പ്രവർത്തികളിൽ നിന്നും വ്യതിചലിക്കാതെ അവൻ കൂടുതൽ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന കാര്യവും പറയുക. അപ്പം അങ്ങനെ അതും പറഞ്ഞു. അതുകൊണ്ട് ഈ സങ്കടമൊക്കെ നമ്മളെ പിന്നീട് എത്രത്തോളം സന്തോഷിപ്പിക്കുമെന്ന് താൻ കാത്തിരുന്ന് കണ്ടോളാനും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി നേരെ ആ വീട്ടിലേക്ക് ചെന്നു, നയനയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുക. അവിടുത്തെ ഹോം നേഴ്സ് ചേച്ചി ഇറങ്ങി വന്നപ്പോൾ ദേവയാനി പിന്നെ നയനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പം നയനമോളുടെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, അതിവിടെ നിന്നപ്പോൾ മാറിയെന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞു. കനകയുടെ കാര്യം ചോദിച്ചപ്പോഴാണ് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ കനക ഉണ്ട്. ദേവയാനിയെ കണ്ടു നയനയും ആദർശം ഓടി വന്നു. എന്നോട് വേണം ചോദിക്കായിരുന്നേ മോളുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്നുണ്ടോ എന്ന്.
അപ്പോൾ ദേ നോട്ടം കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ, ഇടം വലം തിരിയാൻ എന്നെ സമ്മതിക്കുന്നുമില്ല. കൃത്യസമയത്ത് ഭക്ഷണവും മരുന്നും ഒക്കെ തരുന്നുണ്ടെന്ന കാര്യവും പറയുക. ഞാനേ ഒരു ഹോം നേഴ്സാണ് മാഡം, അതുകൊണ്ട് എനിക്ക് ചില ചിട്ടകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോഴേ ഞാൻ ജ്യൂസ് എടുക്കാം കേട്ടോ, നിങ്ങൾ സംസാരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ ചേച്ചി അങ്ങ് പോയി. ആ ചേച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇപ്പോഴേ ഇങ്ങനെ ഒരാളെ കിട്ടിയത് എന്തുകൊണ്ട് നല്ലതാമേന്ന് പറഞ്ഞു ആദർശ്. അതിന് നന്ദി പറയേണ്ടതേ ദാമുവിനോടാണെന്ന കാര്യം ദേവയാനി പറയും. അപ്പം അമ്മ ഇരിക്കെ അവിടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ ചോദിച്ചു. അപ്പം നാളത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ടേ എന്ന് ചോദിക്കുക. അതുകൊണ്ടാണ് നേരത്തെ വന്നതെന്ന് പറഞ്ഞു. പിന്നെ 3-ാം മാസ ചടങ്ങിന് എന്തായാലും മോളുടെ ആഗ്രഹം നടക്കില്ല എന്ന് ദേവയാനി പറഞ്ഞു. മുത്തശ്ശി വരും, പക്ഷേ മുത്തശ്ശന് ഇവനെ കാണാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ നയനയ്ക്കത് സങ്കടമായി. അതുപോലെ ആദർശിനും സങ്കടമായേ. നിൻ്റെ മുത്തശ്ശൻ വാശിക്കാരനാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇതുപോലൊരു വാശി അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ആദർശിനോട് ദേവയാനി പറയാം. അപ്പോൾ ബാക്കി എല്ലാവരും വരത്തില്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ജലജയും അഭിയും നവ്യൊക്കെ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുമ്പം അപ്പച്ചി ചിലപ്പോൾ വരുമായിരിക്കും, എന്നാലും അഭിയും നവ്യേച്ചിയൊന്നും വരാനുള്ള സാധ്യതയില്ല എന്ന് നയനെ പറയാം. അല്ലെങ്കിലും അവർ വരണ്ട. എന്തിനാ അവർ വരുന്നതെന്ന് ചോദിച്ചു ആദർശ്. അവർ വരേണ്ട യാതൊരു ആവശ്യമില്ല. മുത്തശ്ശൻ എൻ്റെ മുഖം കാണാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെയാണ് എനിക്ക് അഭിയുടെ കാര്യം. അവൻ എൻ്റെ കൺമുന്നിൽ വരുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു ആദർശ്. ഇപ്പോഴും അവൾ അവനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. അച്ഛനും അമ്മയും പോലും അവൾ വെറുതെ വിടുന്നുമില്ല എന്ന കാര്യവും ദേവയാനി പറയുമ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നൊരു ദിവസം വരും അമ്മേ, അതിന് ഇനി അധികം നാളൊന്നും വേണ്ടി വരില്ല എന്ന് ആദർശ് പറയുമ്പം ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലെന്ന് ചോദിച്ചു ദേവയാനി. നിങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ എന്നും ദേവയാനി ഇങ്ങനെ മകളോടും മകനോടുമായിട്ട് പറയുന്നു. അല്ല നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോന്ന് ചോദിക്കുമ്പം ഒന്നും അങ്ങോട്ട് ആയിട്ടില്ലമ്മേ, പ്രത്യേകിച്ച് തന്നെ ഒരുക്കം എല്ലാം ഇവിടെ എത്തിക്കാനേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. അമ്മ വന്നപ്പോൾ ചന്തുമോളെ കൂടെ കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. മോള് വലിയ സന്തോഷത്തിലാണ്. നാളെ ഇവിടെ വരുമ്പോൾ മോൾക്ക് മോളുടെ അച്ഛനെയും അമ്മയും കാണണമെന്നൊക്കെയാണ് കൊച്ചു പറയുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതും വൈകാതെ അനഘയ്ക്ക് സംസാരിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന കാര്യം ആദർശ് പറഞ്ഞു. പക്ഷേ അത് കുറച്ച് റിസ്ക്കാണ്, അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരാൾ ജീവനോടെ ഉള്ളത് എന്തായാലും നല്ലതാണ്. അതുകൊണ്ട് ഒരുപാട് കാലം അബിക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അനഘയുടെ കാര്യത്തിൽ ആ വലിയ മാറ്റം സംഭവിച്ചതായിട്ട് ഇവർ പറയുകയാണ്. പിന്നെ അവൻ വിഷുവിന് മുന്നേ ജ്വല്ലറിയുടെ മാനേജറായിട്ട് കയറി വന്നു. മിക്കവാറും ഇത്തവണ മൂർത്തി ജ്വല്ലറിക്ക് മുകളിലേക്ക് അവർ പോകുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ദേവയാനി പറയുമ്പോൾ അതൊരു തോന്നലല്ലമ്മേ, അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയും. അത് അനിക്ക് പേരുദോഷം ഉണ്ടാക്കുമല്ലോ മോനെ എന്ന് ദേവയാനി ഇവരോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ അനി MD സ്ഥാനത്ത് നിന്ന് അച്ഛൻ മാറ്റിയെന്ന് വരെ വരുമെന്നും പറഞ്ഞു. അപ്പോൾ ഒരാൾ ഒരു കമ്പനി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉടനെ എല്ലാം ശരിയാകണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലമ്മേ. അതുമാത്രമല്ല അവനിപ്പോൾ കയറിയിട്ട് അധികം നാളുമായിട്ടില്ലല്ലോ അമ്മേ. ഒരു തകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ ആവാൻ കുറച്ച് മാസങ്ങൾ എടുക്കും അമ്മയെന്നും പറഞ്ഞു. അത് വർഷങ്ങളായി ബിസിനസ് ചെയ്യുന്ന മുത്തശ്ശൻ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ദൈവമേ, ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ച അതോടെ അച്ഛൻ അടുത്ത കൊച്ചുമോനെയും വെറുക്കുന്ന സമയം വരുമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന കാര്യം ദേവയാനി പറയുമ്പം അമ്മേ അങ്ങനെ അനി തോൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നയന പറയാം. അങ്ങനെ ഇവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.